സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺഫിൽറ്റേർഡ് വൈഷ്ണവി. സോ ഇന്ന് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ കൊണ്ടാണ് ഇന്ന് വന്നത്. ഇന്നൊരു കാരണമുണ്ട്, നമുക്കൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞങ്ങളുടെ അച്ഛൻ്റെ, അതായത് അബിയുടെ അച്ഛനാണ്. എൻ്റെ സ്വന്തം അച്ഛൻ തന്നെയാണ്. എന്നാലും അബിയുടെ അച്ഛൻ കാണുന്നവർക്ക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞാണ്. അബിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നാണ്. ശരിക്കും ഓഗസ്റ്റ് 20 ആണ് ബർത്ത്ഡേ. അപ്പോൾ ഓഗസ്റ്റ് 20 ഞങ്ങൾക്ക് അന്ന് നാട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം ജോലിയുടെ കാര്യങ്ങൾ ലീവ് ഒക്കെ ഒന്നും ശരിയാവാത്തതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് നാട്ടിൽ പോകാൻ പറ്റുന്നത്. അതായത് ഓഗസ്റ്റ് 21. അപ്പോൾ 21 രാത്രിയിൽ ആണ് ഞങ്ങൾ നാട്ടിൽ പോകുന്നത്. നാട്ടിൽ പോയതിന് ശേഷം അച്ഛൻ അറിയത്തില്ല ഞങ്ങൾ ഫ്രൈഡേ വൈകിട്ടാണ് വരുന്നത്. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ശനിയാഴ്ച ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞായറാഴ്ചയാണ് വരുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾ പക്ഷേ വെള്ളിയാഴ്ച രാത്രി അവിടെ ചെല്ലും. അപ്പം ആ സമയത്ത് അച്ഛൻ്റെ റിയാക്ഷൻ ഒന്ന്. പിന്നെ അച്ഛൻ ഇങ്ങനെ ഒരു ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കുന്ന ഒരാളൊന്നും അല്ല. അങ്ങനെ ബർത്ത്ഡേ എന്നല്ല, പൊതുവേ ആഘോഷങ്ങളിൽ ഉത്സവം അങ്ങനെയുള്ള നാട്ടിലെ കാര്യങ്ങളല്ലാതെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും അങ്ങനെ വലിയതില്ല. അച്ഛന് ഇഷ്ടമാണ്, പക്ഷെ ഒരിക്കലും അങ്ങനെ അച്ഛനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാറില്ല പൊതുവേ. അങ്ങനെ ഇഷ്ടങ്ങളുള്ള ആളല്ല. അപ്പം ഞങ്ങൾ ഇന്ന് വിചാരിച്ചു അച്ഛനൊരു സർപ്രൈസ് കൊടുക്കും. അതുപോലെ അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ കേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ റെഡിയാക്കി അവിടെ ചെല്ലുമ്പോൾ ഉള്ള അച്ഛൻ്റെ റിയാക്ഷൻ എന്താണെന്നാണല്ലേ. അപ്പം കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിക്കണം അച്ഛൻ എന്തെങ്കിലും ഇത് ചെയ്യണമെന്ന്. അപ്പം എന്തായാലും ബർത്ത്ഡേ ഒത്തു വന്നതുകൊണ്ട്, കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാൻ കല്യാണം കഴിച്ച് വന്ന സമയമായിരുന്നു. അപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ വർഷം എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പം എന്തായിരിക്കും അച്ഛൻ്റെ റിയാക്ഷൻ ഞങ്ങൾ രണ്ടുപേരും എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ഓരോ വീഡിയോസ് ഓരോ ടൈം ലൈൻ അനുസരിച്ച്, ഓരോ എടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒപ്പം വെക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും എന്ന്. അന്ന് രാത്രി തന്നെ ഞങ്ങൾ നേരെ ടൈറ്റന്റെ ഷോറൂമിലേക്കാണ് പോയത്. മറൈൻ ഡ്രൈവിലുള്ള ടൈറ്റനിലേക്കാണ് ആദ്യം പോയത്. അവിടെ പല ടൈറ്റൻ ഉണ്ട്, പക്ഷെ മറൈൻ ഡ്രൈവിലുള്ള ടൈറ്റനാണ് ഞങ്ങൾ നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് അവിടെ അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ട് പോയി. അപ്പൊ അവിടെ കളക്ഷനൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. അച്ഛന് ഇഷ്ടപ്പെട്ടത് എടുക്കണം. പിന്നെ അച്ഛന് കുറച്ച് ചെറിയ ഡയലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം അതെല്ലാം ഇഷ്ടങ്ങളെല്ലാം നോക്കിയും കൂടെ വേണമല്ലോ എടുക്കാൻ. അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ടൈറ്റനിലേക്ക് കയറി. അപ്പൊ അവിടെ ചെന്നപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു താഴത്തെ ഫ്ലോറിലാണ് കൂടുതൽ കളക്ഷൻ ഉള്ളത്. അപ്പൊ അങ്ങോട്ടേക്ക് പോയി. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ഗോൾഡൻ കേസ് ഉള്ള വാച്ചാണ് അച്ഛൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതെടുക്കണോ അതോ സിൽവർ എടുക്കണോ? അപ്പൊ സിൽവർ ആണ് പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഡിഫറെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സിൽവർ തന്നെ അങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ അവിടെ അഭിരാമിന് ഇഷ്ടപ്പെട്ട കുറെ വാച്ചസ് ഉണ്ടായിരുന്നു. അവിടെ നല്ല കുറെ കളക്ഷൻസ് ഉണ്ട്, നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പ്രത്യേക രീതിയിലുള്ള ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്ന് ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ടൈറ്റൻ വേൾഡിൽ നിന്ന് നമ്മൾ ഈ വാച്ച് എടുത്തു. അച്ഛന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റാണ്. കുറേ നാളും കൊണ്ട് ആഗ്രഹിക്കുകയാണ് അച്ഛൻ എന്തെങ്കിലും ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അപ്പം ഇന്ന് ആ ഗിഫ്റ്റ് എന്തായാലും അങ്ങനെ സാധിച്ചു. ഇവിടെ ഓണം പ്രമാണിച്ച് ടൈറ്റൻ്റെ 30% ഓഫ് നടക്കുന്നുണ്ട്. ടൈറ്റൻ്റെ ഷോറൂം തന്നെയാണ് മറൈൻ ഡ്രൈവിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. അപ്പം ഒരു പ്രത്യേക രീതിയിലുള്ള ഗിഫ്റ്റ് റാപ്പിംഗ് ഒക്കെയാണ്. ഇതുണ്ടോ, ഭയങ്കര ഭംഗിയായിട്ടൊക്കെയാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഇതെന്തായാലും അച്ഛന് കൊടുക്കുമ്പോൾ ഉള്ള റിയാക്ഷൻ നമുക്ക് കാണാം. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 6-7 മണിയാവുമെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് അവിടെ ചേട്ടനൊക്കെ വരാനുണ്ട്. അപ്പം അതനുസരിച്ച് വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ. എല്ലാം സെറ്റാണ്. അപ്പം എന്തായാലും എത്തുന്ന പോലെ ഇരിക്കും. ഇവിടെ മഴയാണ്, നല്ല ട്രാഫിക്കും ഉണ്ട്. ഇപ്പം തന്നെ ലേറ്റായി ഇറങ്ങിയപ്പോൾ. നോക്കാം എങ്ങനെ ആവുമെന്ന്. നല്ല ടെൻഷനിലിരിക്കുന്ന എന്നെയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പൊതുവേ ബസ് ബുക്ക് ചെയ്തിട്ട് അരമണിക്കൂർ മുമ്പേ സ്റ്റാൻഡിൽ എത്താറാണ് പതിവ്. പക്ഷെ ഇന്ന് പ്രതീക്ഷകൾ തെറ്റിച്ചു. കാരണം അബിക്ക് അവിടെ ഓണാഘോഷം ഉണ്ടായിരുന്നു അവരുടെ കമ്പനിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇച്ചിരി ലേറ്റായി. എന്തായാലും ഭാഗ്യത്തിന് ബസ് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കോട്ടയത്തൊക്കെ എത്തിയത്. 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് അവിടെ ബസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ട്രാഫിക് ആയിരുന്നു. അങ്ങനെ കഴിഞ്ഞ് വീട്ടിൽ അമ്മ കേക്കൊക്കെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് അമ്മയെ കണ്ട് സംസാരിച്ച് ഞങ്ങൾ നേരെ വരുമ്പോൾ ഞങ്ങളുടെ സ്വന്തം അബിയുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. അപ്പം അച്ഛനറിയത്തില്ല ഞങ്ങൾ വന്ന കാര്യം. അച്ഛനല്ല ആർക്കും അറിയത്തില്ല. അപ്പം അപ്പച്ചിയുടെ തൊട്ടപ്പുറത്ത് അപ്പച്ചിയുടെ വീടുണ്ട്. അപ്പം അപ്പച്ചിയുടെ വീട്ടിലോട്ട് ഇപ്പോൾ വന്നതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിയാ പറയുന്ന അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി. അവർക്കറിയില്ല ഞങ്ങൾ വരുന്ന കാര്യം. ഞങ്ങൾ ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ ബർത്ത്ഡേ ഇന്നലെ, അപ്പം ഇന്ന് വൈകുന്നേരം. അപ്പം അച്ഛനറിയത്തില്ല അങ്ങനെ ആഘോഷിക്കുന്നൊന്നും. അപ്പം അതുകൊണ്ട് ഇന്ന്
അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നേ ഇറങ്ങിയതാ. അപ്പച്ചിയുടെ വീട്ടിൽ നമ്മൾ വന്നേക്കുക. ഇവിടെ അപ്പുറത്തൊട്ടപ്പുറത്ത് നമ്മുടെ വീട്. അപ്പം അപ്പച്ചിയുടെ വീട്ടിൽ തന്നെ ഞങ്ങളിങ്ങനെ മേളത്തെ നിലയിൽ ഒളിച്ചിരിക്കുക. അച്ഛന് എന്ത് റിയാക്ഷൻ ആയിരിക്കും ഒന്നും ഒരു പിടുത്തവും ഇല്ല. താൻ ചേച്ചി മുഴുവൻ ചേട്ടനും എൻ്റെ ചിറ്റപ്പൻ അപ്പുറത്ത് ഇരിക്കുക TV കാണാൻ. അപ്പം എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ സത്യം നമുക്ക് പേടി വരുത്തുന്നുണ്ട്. കള്ളം പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയായിരിക്കും. അമ്മൂമ്മയോട് പറഞ്ഞ് ഞങ്ങള് എറണാകുളത്ത് നിൽക്കുവാ. അതിന്റെ സാരി ഒരു ഉടുത്താ. അങ്ങനെ ഞങ്ങൾ കൊടുത്ത സർപ്രൈസ് എന്തായാലും അച്ഛൻ ഏറ്റു. കാരണം അച്ഛൻ സാറിന് ഞങ്ങൾ നേരത്തെ വിളിച്ച് പറയാറാണ് പതിവ് ഇങ്ങനെ വരും എന്നൊക്കെ ഉള്ളത്. അപ്പം അച്ഛൻ പ്രിപ്പയർഡ് ആക്കി വെക്കും, ഫുഡൊക്കെ പ്രിപ്പയർഡ് ആക്കി അച്ഛൻ എല്ലാം റെഡി ആയിട്ടിരിക്കാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും അച്ഛൻ അങ്ങനെ പ്രതീക്ഷിച്ചേ ഇല്ല ഞങ്ങൾ വരുമെന്നൊന്നും. അപ്പം അങ്ങനെ അച്ഛന് ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. അപ്പം എന്തായാലും അമ്മൂമ്മയ്ക്ക് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അത് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ അമ്മൂമ്മയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അവിടെ ചെന്ന് കേക്കൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ അതെല്ലാം നേരെ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ആക്കി വെച്ചു. അപ്പം അച്ഛന് കേക്കൊന്നും പ്രതീക്ഷിച്ചേ ഇല്ല. അച്ഛന് ഭയങ്കര സർപ്രൈസായി അതും. കാരണം അച്ഛനിങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്ത് ആഘോഷിക്കുന്ന പതിവില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ പോവായിരുന്നു. കിട്ടി, എനിക്ക് കിട്ടി. ഇപ്പൊ ശക്കലം കഴിച്ചു. കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തപ്പം അച്ഛനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്ത് പെട്ടെന്ന് പറയണമെന്ന് അറിയില്ലായിരുന്നു. കാരണം അച്ഛൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അച്ഛനാണെങ്കിൽ അത് എന്താന്നൊക്കെ നോക്കായിരുന്നു. ഗിഫ്റ്റ് റാപ്പിംഗ് ആണത്. പറഞ്ഞു കഴിഞ്ഞു. വാച്ച് മേടിച്ചപ്പോഴേ ഉള്ളൊരു ടെൻഷനായിരുന്നു അച്ഛന് ഇഷ്ടപ്പെടുമെന്ന്. എന്തായാലും ദൈവം സഹായിച്ച് അച്ഛന് നല്ല രീതിയിൽ അത് ചേരുന്നുണ്ടായിരുന്നു. അച്ഛൻ തുറന്നു നോക്കിയപ്പോൾ തന്നെ അത് സിൽവർ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും പ്രിഫറൻസ് പറയുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാമല്ലോ അച്ഛന് എത്രത്തോളം ഇഷ്ടമായെന്നുള്ളത്. 6 വർഷത്തോളം ആയിട്ടുള്ളൊരു വാച്ചായിരുന്നു അച്ഛൻ കെട്ടിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്നൊരു വാച്ച് കിട്ടിയപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ടേ വിചാരിച്ചാണ് ഒരു വാച്ച് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പോഴാണ് എല്ലാം കൊണ്ട് ഒത്തു കിട്ടിയത്. ഇതിന് മുമ്പ് ഒരിക്കലും ഇതുപോലെ അത് അഭിരാമിയുള്ള ഞാൻ ഇല്ലായിരുന്നു. ആര് പറഞ്ഞു? ഞാൻ ഇല്ലായിരുന്നു. ഞാൻ ശരിയാ ഞങ്ങൾ ഡ്രസ് എടുത്തു. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ ചെയ്യുന്നതേ ഉള്ളൂ. ഇതിന് പകരമായി ഞാന് ഉള്ള കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ പലപ്പോഴും മറന്നു പോവുക. എന്നെ ഓർമ്മിപ്പിക്കാൻ ആരുമില്ല. ഞാനൊട്ട് കുറിച്ചിടാറുമില്ല. എങ്കിലും നിങ്ങൾ ഇങ്ങനൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവിധ അകൈതവുമായ പിന്തുണയും. ഇന്നലെയായിരുന്നു എന്റെ അപ്പത്തിന് ശേഷമുള്ള വിശാഖം. അപ്പോ എല്ലാവിധ നന്ദികളും രേഖപ്പെടുത്തുന്നു. കേക്ക് മുറിച്ചു. അറിയത്തില്ല. ഇപ്പൊ കൈ കൊട്ടിയല്ലോ, എന്തോ പറഞ്ഞോണ്ടാ? പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടിയും പറഞ്ഞു സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ സമയം പോയി. എന്തായാലും പ്ലാൻ സക്സസ് ആയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഇന്ന് ഓഗസ്റ്റ് 22. അപ്പം ഇന്നലെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ഞാൻ അബിയുടെ വീട്ടിലാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 1 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എഡിറ്റിംഗ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നാട്ടിലാണിപ്പം ഓണത്തിൻ്റെ അവധിക്ക് നാട്ടിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് ഇനി മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാ വീഡിയോസും പറ്റുന്നതെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഫാമിലി ടൈം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.